ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ചോക്ലേറ്റ് കോഫി പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് പാൽ വെച്ച് കൊടുക്കണം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1.5 സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കോഫി പൗഡർ ഒരുപാട് കൂടി പോവരുത്, കയ്പ്പ് കൂടുതലായിരിക്കും കോഫി പൗഡർ കൂടിയാൽ. അതുകൊണ്ട് 1.5 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കോൺഫ്ലവറും കൊക്കോ പൗഡറും മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. കട്ടയില്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ തിളച്ച് കൊണ്ടിരിക്കുന്ന കോഫിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കോൺഫ്ലവർ ചേർത്തതാണ്, അതുകൊണ്ട് അടി പിടിക്കും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വനില എസൻസ് ചേർത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികം ടൈമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു തിക്കായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് കോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കുന്നതെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് കോഫി പുഡിംഗ് ഇവിടെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീമൊക്കെ വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.